ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ നാരായണ പരമഗുരവേ നമഃ. നമ്മുടെ ഇന്നത്തെ സത്സംഗ് വേദിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമുക്കിന്ന് ശ്രീ നാരായണ ഗുരുദേവൻ്റെ ആത്മോപദേശ ശതകം എന്ന ദാർശനിക കൃതിയിലെ 73ാമത് ശ്ലോകമാണ് പഠിക്കേണ്ടത്. ശ്ലോകം ഒന്ന് ചൊല്ലാം. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം പൊരുളിലൊരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായിതെല്ലാവരും അറിവീല അധികോപനീയമാകും. ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ അറിവിലടങ്ങും അഭേദമായതെല്ലാവരും അറിവീല അതിഗോപനീയമാകും. സാരം: ഒരു ഉണ്മയിൽ അനേകം വസ്തുക്കളുണ്ട്, അനേകം വസ്തുക്കൾക്ക് ഒരു ഉണ്മയും എന്ന് മനസ്സിലാക്കി ഈ അറിയുന്ന സകലവും ഏകമായ ആത്മാവിൽ നിന്ന്, ഏകമായ അറിവിൽ നിന്ന് വ്യത്യസ്തമല്ലെന്ന സത്യം എല്ലാവർക്കും അറിയാൻ കഴിയില്ല. അത് വളരെ ഒളിഞ്ഞിരിക്കുന്നതാണ്. ഇതാണ് ഇതിൻ്റെ ഒരു സംക്ഷിപ്ത രൂപം. ഇതിനെ നമുക്ക് വ്യക്തമാക്കി വിശദമാക്കി പഠിക്കാം. അതായത്, ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്, അനേകം പൊരുളിൽ ഒരർത്ഥവും എന്ന ബുദ്ധിയാലേ. പ്രപഞ്ചമാകം നോക്കുക. കോടിക്കണക്കിന് ജീവജാലങ്ങൾക്കെല്ലാം അടിസ്ഥാനം ഒരൊറ്റ പൊരുളായ ചൈതന്യമാണ്. അതായത്, ഒരു പൊരുളിങ്കൽ അനേകമുണ്ട്. പ്രപഞ്ച സ്വഭാവം വൈവിധ്യമാണ്, വിസ്മയിപ്പിക്കുന്നതാണ്. പ്രപഞ്ചം എണ്ണിയാലൊടുങ്ങാത്ത വസ്തുക്കൾ പ്രപഞ്ചത്തിലുണ്ട്. നാം ഒന്നും അറിയാതെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായിത്തീരുന്നു. നാം നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റി ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുന്നു. അദ്ഭുത പരതന്ത്രമാക്കുന്ന വിന്യാസമാണ് പ്രപഞ്ചത്തിൻ്റേത്. നാം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഈ പ്രപഞ്ചത്തിൽ നിന്ന് നേടാൻ ശ്രമിക്കുന്നു. ജീവിത അവസാന കാലത്ത് നമുക്ക് സംതൃപ്തി ഉണ്ടാകുമോ? പ്രപഞ്ചത്തിലാകമാനെ നോക്കുമ്പോൾ ഓരോന്നിനും അതിൻ്റേതായ ഘടനയും ജീവിത രീതിയും, എല്ലാറ്റിനും വ്യത്യസ്തമായ ജീവിതശൈലിയുമാണ്. ഇതിനെല്ലാം ആധാരം ഒരേ ഒരു ജീവിത ചൈതന്യമാണെന്നറിയണം. ഒരേ ഒരു ജീവചൈതന്യമാണെന്നറിയണം. മനുഷ്യരുടെ കാര്യമെടുക്കാം. ഓരോ ഭൂഖണ്ഡത്തിലും അനേക കോടി മനുഷ്യരുണ്ട്. ഓരോ വ്യക്തിയും വ്യത്യസ്തമാണ്. ഓരോരുത്തരെയും അവനവനാക്കുന്ന അടിസ്ഥാനമായ ചൈതന്യം ഏകമാണ് എന്നറിഞ്ഞാൽ അവിടം മുതൽ സമാധാനമുണ്ടാകുന്നു. അനേക കോടി മനുഷ്യരിൽ അല്ല, ഒരു കുടുംബത്തിൽ ഐക്യരൂപമുണ്ടാകണമെങ്കിൽ നമ്മിലെല്ലാം ഒരേ ചൈതന്യമാണെന്നറിവ് ഉണ്ടാകണം. 4 അംഗ കുടുംബം എടുക്കാം. നാം 4ലും കുടികൊള്ളുന്ന ചൈതന്യം ഒന്നാണ്, ഈശ്വരൻ ഒന്നാണ്. അപ്പോൾ അവിടെ ഐക്യമുണ്ടാകുന്നു. ചൈതന്യം ഏകമാണെന്ന് നാം തിരിച്ചറിയണം. അനേകതയിൽ കുടികൊള്ളുന്നത് ഏകമായ പൊരുളാണ്. വ്യത്യസ്തമായതിനെ സജീവമാക്കുന്നത് ഏകമായ പൊരുളാണ്. അപ്പോൾ നാം ഒന്നാണ് എന്ന അറിവുണ്ടാകുന്നു. നമുക്ക് നമ്മോട് തന്നെയുള്ള മനോഭാവം മാറുന്നു. ഞാനും നീയും ഒന്നാണെന്ന ഭാവം വരുന്നു. നാം തൃപ്തരാകുന്നു. പരസ്പരം ഉൾക്കൊള്ളാനുള്ള ഒരു പ്രേരണ നൽകുന്നു. ഗുരു എല്ലാം ഏകോപിപ്പിക്കുന്ന കാഴ്ചപ്പാടാണ് നമുക്ക് തരുന്നത്. എത്ര വൈവിധ്യങ്ങൾ ഉണ്ടായാലും, അസംഖ്യം വസ്തുക്കൾ ഉണ്ടായാലും, അവയെല്ലാം ഏകോപിപ്പിക്കുന്ന പൊരുൾ ഒന്നാണ് എന്ന സത്യം ഗുരു നമ്മോട് ഉപദേശിക്കുന്നു. എല്ലാവരിലും കുടികൊള്ളുന്നത് ഒറ്റ പൊരുളാണ്. ഈ പൊരുളാണ് എല്ലാവരിലും നിറഞ്ഞു നിന്ന് ഓരോരുത്തരിലും ഓരോ തരം പ്രവർത്തിപ്പിക്കുന്നത്.
നമ്മുടെ പ്രവൃത്തികളിലും വാക്കുകളിലും ചിന്തകളിലും കാഴ്ചപ്പാടുകളിലും വ്യത്യാസമുണ്ടെങ്കിലും ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന പൊരുൾ ഒന്നാണെന്ന് ഗുരു നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഗുരു ദാർശനികനാണ്. പ്രപഞ്ച സത്യം മനസ്സിലാക്കി നമുക്കത് പ്രദാനം ചെയ്യുന്നു. ഇലക്ട്രിക് ഉപകരണങ്ങൾ അസംഖ്യമുണ്ട്. എന്നാൽ അവയെല്ലാം പ്രവർത്തിപ്പിക്കുന്നത് ഏകമായ വൈദ്യുതിയാണ്. അതുപോലെ തന്നെയാണ് സകല ജീവജാലങ്ങളിലും ആത്മചൈതന്യമുണ്ടെങ്കിൽ മാത്രമേ അത് സജീവമാകൂ. ആ ആത്മചൈതന്യത്തെ നാം അറിയണം. ശരീരങ്ങൾ, നമ്മുടെ മനുഷ്യ ശരീരങ്ങൾ അല്ലെ ജീവശരീരങ്ങൾ വ്യത്യസ്തമായ വൈദ്യുതോപകരണങ്ങൾ പോലെയാണ്. വൈദ്യുതോപകരണങ്ങൾക്ക് ചലിക്കണമെങ്കിൽ അവയെ പ്രവർത്തിപ്പിക്കുന്നത് ഏകമായ വൈദ്യുതിയാണ്. അതുപോലെ എല്ലാ ശരീരങ്ങളും എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിപ്പിക്കണമെങ്കിൽ അതിന് ആധാരമായിരിക്കുന്നത് ഏകമായ ആത്മചൈതന്യമാണ്. ഈ ആത്മചൈതന്യത്തെയാണ് വിശ്വാസികൾ ദൈവം എന്ന് പറയുന്നത്. ഇത് തിരിച്ചറിയണം. അപ്പം പ്രപഞ്ചം അസംഖ്യം വസ്തുക്കൾ അടങ്ങിയതാണെന്നും സകലതിലും നിറഞ്ഞിരിക്കുന്ന പൊരുൾ ഒന്നാണെന്നും ഗുരു ഒന്നാണെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നാണ് ഗുരു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നെ ഒരേ മണ്ണിൽ, നമുക്കറിയാം, ഒരേ മണ്ണിൽ നിന്ന് വരുന്ന കപ്പ, കാച്ചിൽ, മധുരക്കിഴങ്ങ് ഇത്യാദി എല്ലാറ്റിനും പ്രത്യേകം സ്വഭാവമാണ്. കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം പ്രത്യേകം സ്വഭാവമാണ്. എന്നാൽ ഭൂമി എന്ന ഏകത്വത്തിൽ വിത്തുകൾ എത്തിയാൽ മാത്രമേ വിളയുണ്ടാവൂ. മണ്ണെന്ന ഏകത്വം വേണം. എല്ലാറ്റിനും പ്രത്യേക സ്വഭാവം. ഭൂമി എന്ന ഏകത്വത്തിൽ എത്തിയാലേ വിത്ത് മുളയ്ക്കുകയുള്ളൂ. അപ്പം അവിടെ മണ്ണെന്ന ഏകത്വം വേണം. പ്രപഞ്ചം കാണുന്നതെല്ലാം ഒന്നാണെന്ന ബോധത്തിലെത്താൻ ഈ ശ്ലോകം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പിന്നെ മനുഷ്യന്റെ കാര്യം, മനുഷ്യത്വം എന്ന ഏക അറിവിൽ നാം എത്തണം. മനുഷ്യരെല്ലാം ഒന്നാണെന്ന ഒരു ബുദ്ധി നമുക്ക് ഉറപ്പിക്കണം. നാം ഇന്ന് വിഭജിച്ചിരിക്കുകയാണ്. മുസ്ലിം, ക്രിസ്ത്യൻ, ഹിന്ദു, അല്ലെങ്കിൽ പാർട്ടിയുടെ പേരിൽ കമ്മ്യൂണിസ്റ്റ്, BJP എങ്ങനെയൊക്കെ പറഞ്ഞ് നാം എല്ലാ മനുഷ്യരെയും വിഭാഗീയത കൊണ്ടുവന്നിരിക്കുകയാണ്. ജാതിയുടെ പേരിൽ വിഭാഗീയത, പാർട്ടിയുടെ പേരിൽ വിഭാഗീയത, മതങ്ങളുടെ പേരിൽ വിഭാഗീയത. അപ്പം ഗുരു പറയുന്നു, അറിയേണ്ടതിനെ അറിയാതെ വിധത്തിൽ ഭേദഗതി സൃഷ്ടിക്കുന്ന സമൂഹമാണ് ഇന്നുള്ളത്. അതിൽ ഏകത്വം തിരിച്ചറിയുന്ന ബുദ്ധി നമുക്കുണ്ടാകണം. വേറൊരു ഉദാഹരണം നമുക്കറിയാം. റബ്ബർ പാൽ ഉൽപ്പന്നങ്ങൾ, റബ്ബർ പാലിൽ നിന്നുള്ള സകല റബ്ബർ ഉൽപ്പന്നങ്ങൾ, ലാറ്റക്സ് ഉൽപ്പന്നങ്ങളെല്ലാം എത്രയോ ഉൽപ്പന്നങ്ങളുണ്ട് റബ്ബറിൻ്റെതായിട്ട്. ചെറിയ റബ്ബർ മുതൽ, റബ്ബർ ബാൻഡ് മുതൽ വലിയ ടയർ വരെയുള്ള എത്രയോ ഉൽപ്പന്നങ്ങൾ. ഇതൊക്കെ ആ ഒരു റബ്ബറിൽ നിന്നാണെന്നുള്ള അതിൻ്റെ ആധാരം റബ്ബറാണ്. അങ്ങനെ വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ അതിൽ പരിഭ്രമിച്ചു പോകുന്നു നാം. ഇതിനെ അറിവിലേക്ക് എത്തിക്കുക. ഈ സത്യം എല്ലാവർക്കും അറിവില്ല. സ്ഥൂലതയിൽ ഭ്രമിക്കുന്നവരാണ് പലരും. ഈ സത്യം ഗോപനീയമാണ്, രഹസ്യമാണ് ഈ അറിവ്. ഈ അറിവ് നമ്മെ ശാന്തമാക്കുകയാണ്. ഈ അറിവ് നമ്മെ വാസ്തവത്തിൽ ഉറച്ചു നിൽക്കാൻ സഹായിക്കുന്നു. മനുഷ്യരെല്ലാം ഒന്നാണെന്ന ഒരു ബുദ്ധി നമുക്ക് ഉറപ്പിക്കണം. എന്ന ബുദ്ധിയാലേ അനേകതയിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏകമായ ചൈതന്യമാണെന്ന ബുദ്ധിയാലേ. പിന്നെ പറയുന്നത് അറിവിലടങ്ങും അഭേദമായതെല്ലാവരും അറിവീല അതിഗോപനീയമാകും. സകല വൈവിധ്യങ്ങളും അറിവിലടങ്ങും, അഭേദമായി അറിവായി മാറുന്നു. ഈ അറിയപ്പെടുന്ന ഓരോ വസ്തുക്കളും വിലയം പ്രാപിക്കുന്നത് ഏകമായ അറിവിൽ. അതെല്ലാം ഏകമായ അറിവിൽ ഏകീഭവിക്കുന്നു. അറിവ് മാത്രമാണുള്ളത്.
അറിവിൻ്റെ വിവിധ രൂപഭാവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾ എന്നറിയാൻ നമുക്ക് കഴിയണം. ഒന്നുകൂടി പറയാം. ആത്മാവിൻ്റെ, അറിവിൻ്റെ എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ വിവിധ രൂപഭാവങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ വൈവിധ്യങ്ങൾ എന്നറിയാൻ നമുക്ക് കഴിയണം. ഇതറിയാൻ നമുക്ക് പറ്റുന്നില്ല. ഉള്ളിലുള്ള ഏകത്വം തിരിച്ചറിയുമ്പോൾ പുറമെ വൈവിധ്യം ഉണ്ടായത് പ്രവൃത്തി ചെയ്യുവാനാണ്. സകല ചരാചരങ്ങളിലും വ്യാപ്തമായത് ഏകമായ ചൈതന്യമാണ്. അനേകത്വത്തിൽ നിന്ന് ഏകത്വത്തെ തിരിച്ചറിയണം. അപ്പോഴാണ് ഏകത്വത്തിൻ്റെ മഹിമയേറുന്നത്. ഇതെല്ലാം അടങ്ങുന്നത് അറിവിലാണ്. ഇതെല്ലാവരും അറിയുന്നില്ല. ഇത് ഗോപനീയമാണ്. പ്രത്യക്ഷത്തിൽ അറിയാൻ പറ്റുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ സകലതും സകല വസ്തുവകകളും ഏകമായ ചൈതന്യത്തിലാണ് കുടികൊള്ളുന്നതെന്ന് നാം തിരിച്ചറിയണം. ഈ അറിവ് കൂടുതൽ സുഖവും ശാന്തിയും നമുക്ക് തരുന്നു. എല്ലാറ്റിൻ്റെയും ഉള്ളടക്കം ഏകമായ ആത്മാവാണ് എന്ന അറിവിലേക്ക് നമ്മെ ഉയർത്താൻ ഗുരുകൃപ ഉണ്ടാവട്ടെ. ഹരി ഓം നമഃ ശിവായ.